ഒന്ന് ഹാൻഡിൽ ചെയ്തേ. കുഴിയിൽ അടക്കണതിന് മുമ്പ് നിന്റെ അപ്പന്റെ ശവം കാണാനുള്ള പാച്ചിലാ. എടോ, ഇത് വണ്ടി പോകേണ്ട റോഡാ. ഇത് പിന്നെ വണ്ടി അല്ലാതെ? എടി കൊച്ചേ, ഞങ്ങളും ടാക്സ് എടുത്തിട്ട് തന്നെ വണ്ടി ഓടിക്കുന്നത്, അല്ലാതെ നിന്റെ തന്തയുടെ വഴി കൂടെ അല്ല. നീ എന്ത് പറഞ്ഞടാ? ഗാതെ വേണ്ട, നീ ചുമ്മാ ഇരിടി. ഇവനെ അങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. കൺട്രോൾ. എന്താ മാഡം പ്രശ്നം? പ്രശ്നം മനസ്സിലായില്ലേ? അല്ല എന്തിരിപ്പാ, വണ്ടി വഴി കേടായത് നമ്മുടെ കുറ്റ. ഇപ്പം പ്രശ്നം മനസ്സിലായില്ലേ? എന്റെ വണ്ടിക്ക് ചെറിയൊരു സൈഡിലേക്ക് മാറ്റടോ. അത് കറക്റ്റ്. എടാ എന്റെപ്പാ, ഇത്രയും കാശ് മുടക്കി വാങ്ങിച്ച വണ്ടി വരുമ്പോ നമ്മുടെ ചക്രാ വണ്ടി മുമ്പിൽ കൊണ്ടിടുന്ന മോശമല്ലേ? അത് ശരിയാ. ചേച്ചി സോറി, മാടങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് തള്ളി തരുമോ? ഫുൾ ലോഡാണേ, അതുകൊണ്ടാ. ഒരിക്കലും അല്ല. കാര്യമേത് കളിയേതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത മാഡത്തിനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അല്ല, ഈ ഓട്ടോറിക്ഷയുടെ എഞ്ചിൻ പടി അറിയോ? എന്റെ വണ്ടി പിണങ്ങിയാ നന്നാക്കി എടുക്കാം, പെണ്ണ് പിണങ്ങിയാ സംഗതി കുഴയും. നീ പോയി വണ്ടി സ്റ്റാർട്ടാവാൻ നോക്ക്. അത് വേണം. വേണം, അല്ലെങ്കിൽ ആ ടോക്കിയോ നഗറുകാർ മീറ്റിംഗ് കൂടി ക്ഷീണിച്ച് പട്ടിണി കിടക്കേണ്ടി വരും. അവർക്കുള്ള ഫുഡാണേ. ചന്ദ്രപ്പോ, സംഗതി ഒത്ത് വാ, അത് കേറി. ഇവളൊക്കെ എവിടുന്ന് കയറും പൊട്ടിച്ച് വന്നു? മനസ്സിലായില്ലേ? ആ മേനന്റെ ഊട്ടി പഠിക്കുന്ന മോളാവള്. അത് ശരി, എങ്കിൽ അവൾക്ക് ഒരു പണി കൊടുക്കണം. എന്താ മോളെ എത്ര താമസിച്ച്? വണ്ടി ഓടിക്കാൻ ലൈസൻസും കൊടുത്ത് കുറെ കഴുതകൾ നമ്മുടെ നാട്ടിൽ ഇറക്കി വിട്ടിട്ടുണ്ടല്ലോ. ഓ, അപ്പൊ ലൈസൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്താ പ്രശ്നമായോ? നീയൊക്കെ വണ്ടിയുടെ മുമ്പിൽ കിടന്ന് സർക്കസ് കാണിച്ചാ ചെയ്യേണ്ടത് എന്താണെന്ന് എനിക്ക് അറിയാൻ വയ്യെന്നിട്ടല്ല. ഇതൊരു ഡീസന്റ് സ്ഥലമാണ്, ഇവിടെ കിടന്ന് കച്ചറ കാണിച്ചാലുണ്ടല്ലോ. ഇതാരാണെന്ന് അറിയോ? എന്റെ മോളാ. ആണോ ചേച്ചി? എന്താണ് സംശയം? എനിക്ക് സംശയമൊന്നുമില്ല. ചേച്ചിക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? സംശയമുണ്ടോ? അപ്പൊ ആർക്കും സംശയമില്ല. ഒരു വന്യജീവി വണ്ടിയിൽ ഇരിക്കുന്ന കണ്ടപ്പോ അത് ചേച്ചിയുടെ മോളാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ അങ്ങോട്ട് തൂക്കിയെടുത്ത് മാറോട് ചേർത്ത് പിടിച്ചു. അല്ലെങ്കിൽ വേണ്ട, ഒക്കത്തിരുത്ത് ഞാൻ ഇനി കൊണ്ടുവരത്തില്ലായിരുന്നു. എന്റെ അപ്പോ ഈ പെണ്ണിന് എന്നോട് ഇഷ്ടമാണെന്ന് പ്രേമിച്ചോട്ടെ എന്ന് ഇംഗ്ലീഷ് ചോദിക്കും. എന്നാ മലയാളത്തിൽ പറഞ്ഞാ പോരെ? ഞാനിപ്പോ എന്താ മറുപടി പറയേണ്ടത്? ഓക്കെ, ഇത് ശരിയാവില്ല. ഇത് ചെങ്കൽ വർഗ, നമ്മുടെ ആ ജന്മ ശത്രുക്കൾ. ആ ഓർമ്മ വേണം. നീ രണ്ടു വാക്ക് പറയുമ്പോ കൈയടിക്കാനും മറ്റവള് പറയുമ്പോ കൂവാനും ഞാൻ ആളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. കലാകായിക രംഗങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ടോക്കിയോ നഗറിലെ കുട്ടികൾക്ക് ഇനി ആവശ്യം ഒരു പ്ലേ ഗ്രൗണ്ടാണ്. ഒരു കളിക്കളത്തിന്റെ ആവശ്യകത ഊന്നി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അടുത്തതായി സെക്രട്ടറി ശ്രീമതി ചന്ദ്രമതി ഗോപാൽജി. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, 10th ആനിവേഴ്സറി ആഘോഷിക്കാൻ പോകുന്ന ടോക്കിയോ നഗറിന് ഒരു വെൽ ഓർഗനൈസ്ഡ് അസോസിയേഷൻ ഉണ്ടാക്കിയത് ഞാനാണ് എന്നത് ഒരു ഫാക്ട് ആണ്. നെക്ലസ് കള്ളി രാജിവെക്കണം. So I am happy that all of you are respecting me. Yes, the right person to honor the chair of secretaryship for the last 4 years. അതിന് ഞാൻ ആദ്യമേ നന്ദി പറയുന്നു. Check. Now there is a miss. The right miss. The intelligent miss to oppose you. I'm sorry. ഇടയ്ക്ക് കയറിയൊന്ന് സംസാരിച്ചതിൽ ക്ഷമിക്കണം. ഒരു ദുർബല നിമിഷത്തിൽ നമ്മുടെ സെക്രട്ടറി ഒരു നെക്ലസ് കട്ടുപോയി. പ്ലീസ് അതിവിടെ വിളിച്ചു പറഞ്ഞ് അവരെ കളിയാക്കരുത്. മനസ്സ് നൊന്താൽ അവരെ സെക്രട്ടറി സ്ഥാനം വരെ രാജിവെച്ച് പോവും. അങ്ങനെ അങ്ങ് പോകുന്നത് വിചാരിക്കണ്ടേ? എടി പോടിന്നൊക്കെ വീട്ടിലുള്ളവരെ വിളിച്ചാ മതി. കണ്ടില്ലേ, പറിച്ചെറിഞ്ഞാലും പോകില്ലെന്നവർ പ്രഖ്യാപിക്കുന്നു. പട്ടാപ്പകൽ എല്ലാവരും ഇവിടെയുണ്ട്. ബെസ്റ്റ് ടൈം. ഞാനൊന്ന് കറങ്ങിയിട്ട് വരാം. ഏതായാലും ഇനി 1 മാസം കൂടി അടുത്ത തെരഞ്ഞെടുപ്പിനുള്ളൂ. ജസ്റ്റ് 1 month. ഇതുവരെ എതിരില്ലാതെ ജയിച്ച ഇവരെ എതിരിടാൻ ഇനി ഞാൻ ഉണ്ടാകും. യെസ്, ഐ ഹാവ് ഡിസൈഡഡ് ടു ഓപ്പോസ് യു. ഇനി ഈ ടോക്കിയോ നഗറിലെ ഏത് നീറുന്ന പ്രശ്നത്തിന് മുന്നിലും ഞാൻ ഉണ്ടാകും. മിസ് ഗാഥ മേനോൻ, ഞാൻ സെക്രട്ടറി ആയാൽ മനോഹരമായ ഈ ടോക്കിയോ നഗറിൽ നമുക്കെല്ലാം ഒരു ശാപം പോലെ കിടക്കുന്ന ചേരി ഒഴിപ്പിച്ച് അവിടെ ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ടാക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. അന്യാധീനപ്പെട്ട സ്വന്തം കുടുംബ സ്വത്ത് തിരികെ കിട്ടാനുള്ള സ്വാർത്ഥ താല്പര്യമല്ല ഇതിന് പിന്നിൽ, മറിച്ച് ആഭാസ വാക്കുകളാൽ അന്യോന്യം അംഗം വെട്ടുന്ന വൃത്തികെട്ട അഴുക്കുചാൽ വർഗത്തിന്റെ സംസ്കാരവും ഭാഷയും നമ്മുടെ കുട്ടികളെ വഴിതെറ്റിക്കാതിരിക്കാൻ, വൃത്തിയും വെടിപ്പുമില്ലാതെ മൂക്കളെ ഒലിപ്പിച്ച് നടക്കുന്ന ആ കുട്ടികളിൽ നിന്നും മാറാരോഗങ്ങൾ പകരാതിരിക്കാൻ, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി സ്വന്തം ശരീരം വിറ്റ് ജീവിക്കുന്ന ചേരി പെണ്ണുങ്ങളുടെ സാമീപ്യം നമ്മൾ സ്ത്രീ വർഗത്തിന് തന്നെ അപമാനമാകാതിരിക്കാൻ വേണ്ടി. 3 നേരം പട്ടിണിയാണെങ്കിലും മുണ്ട് മുറുക്കി കൊടുത്ത് കഴിയുന്നവരാ ആ ചേരിയിലെ എന്റെ സഹോദരിമാര്. ശരീരം മൊത്തം കൊഴുപ്പും മനസ്സിൽ കാമവും നിറഞ്ഞ് സമ്പന്ന വർഗത്തിലെ ചില സ്ത്രീകളുടെ മതിലിയാട്ട കഥകൾ അവിടെ ഇല്ല. ഞങ്ങളുടെ ചേരിയിലെ അമ്മമാർ മക്കളെ മാറോട് ചേർത്ത് താരാട്ട് പാടിയാണ് ഉറക്കാറുള്ളത്. അല്ലാതെ കുട്ടിയെ ഊട്ടിയിലും പട്ടിയെ വീട്ടിലും അങ്കിളുമാരെ ബെഡിലും കിടത്തി ഉറക്കാറില്ല. Who are you to talk all this nonsense?
This is not a public market. Get lost. ഇറങ്ങി പോടോ. Shut your bloody mouth. What I said is fact. That is why your dash-on daddies and Pomeranian mummies are keeping quiet. അല്ലെങ്കിൽ ചോദിച്ചു നോക്കടി. മൈക്ക് ഇങ്ങോട്ട് read. Did I say anything wrong? I respect this silence. Yes, I said the fact. The real fact. പിന്നെ പാവങ്ങൾ അന്തി ഉറങ്ങുന്ന ആ കൂരകൾ ഒഴിപ്പിച്ചെടുത്ത് ഞങ്ങളെ വഴിയാധാരമാക്കി അവിടെ മണിമാളിക കെട്ടാവുന്ന നിനക്ക് എന്തെങ്കിലും വ്യാമോഹമുണ്ടെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ലടി. ഇറ്റ്സ് എ ചാലഞ്ച്. ഇവിടുത്തെ പ്രശ്നമുണ്ടല്ലോ. എന്തായാലും എന്താ, നമുക്ക് പോവാം. അത് പാടില്ല. എല്ലാറ്റിലും നീ ഇടപെടണം. ഈ കോളനിക്കാരുടെ കണ്ണിലുണ്ണിയായി മാറണം നീ. വാ 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 വാ. ഒന്ന് മാറി. വഴിവിടൂ സഹോദരന്മാരെ, വഴിവിടൂ സഹോദരന്മാരെ. എന്താ മിസ്റ്റർ കേണൽ പ്രശ്നം? ഈ വീട്ടിലും കള്ളം കയറിയെന്ന്. പിൻവാതിലിന്റെ ഓടാമ്പൽ ഇളക്കി അകത്ത് കടന്ന് കൂർത്ത കമ്പി കൊണ്ട് അലമാര കുത്തി തുറന്ന് 10 പവന്റെ സ്വർണവും 22,225 രൂപ 50 പൈസ കട്ടോണ്ട് പോയി. രൂപയുടെ കണക്ക് കേണൽജിക്ക് ഇത്ര കൃത്യമായിട്ട് അങ്ങനെ അറിയാം? അത് ഈ വീട്ടുകാർ പറഞ്ഞു. കൂടാതെ 2-3 ബീഡി കുറ്റി അകത്തുണ്ട്. 3 ബീഡി കുറ്റി. പട്ടാപ്പകൽ ഇങ്ങനെ കക്കാൻ കയറണമെങ്കിൽ വൈരാഗ്യമുള്ള കള്ളനാ. കറക്റ്റ്. അസോസിയേഷൻ മീറ്റിംഗ് സമയത്ത് വീടുകളിൽ ആരും ഇല്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ കള്ളം കയറിയിരിക്കുന്നത്. അതും കറക്റ്റ്. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തം, ഈ കോളനിയെ കുറിച്ച് ശരിക്കും അറിയാവുന്നവർ തന്നെ ഈ മോഷണം നടത്തിയിരിക്കുന്നത്. അത് വളരെ വളരെ കറക്റ്റ്. ആ ചേരി അവിടെ ഉള്ളിടത്തോളം കാലം ഇവിടെ മോഷണം പെരുകും. ഷീ ഈസ് വെരി ഇന്റലിജന്റ്. കറക്റ്റ്. യു ആർ കറക്റ്റ്. ഇതങ്ങനെ വെറുതെ വിടാൻ പാടില്ല. കറക്റ്റ്. ആ ചെങ്കൽ ചേരി ഒന്ന് പോലീസ് അരിച്ചു പെറുക്കിയാൽ കള്ളനെ കൈയോടെ പിടികൂടാം. എന്താ സാർ യാതൊരു മുന്നറിയിപ്പും ഇല്ലാതൊരു പരിശോധന? മുന്നറിയിപ്പ് കൊടുത്തിട്ടല്ല പോലീസ് കള്ളനെ പിടിക്കാൻ ഇറങ്ങുന്നത്. കള്ളനോ? സത്യം പറയടാ, ആരാടാ കോളനിയിലെ വീട്ടിൽ പട്ടാപ്പകൽ കയറി കട്ടത്? ഇവിടുന്ന് ആരും കേറിയിട്ടില്ല സാർ. നിങ്ങളിൽ ആരൊക്കെ ദിനേശ് ബീഡി വലിക്കും? ഞങ്ങളിൽ ഭൂരിഭാഗവും ദിനേശാ വലിക്കാറ്. കാരണം സിഗരറ്റിനൊക്കെ വലിയ വിലയല്ലയോ? പിന്നെ തൊഴിലാളി ബ്രാൻഡല്ലേ സാർ ദിനേശ്? തൊഴിലാളിക്ക് എന്താടാ കാജാ ബീഡി വലിച്ചാല്? സാർ ബീഡി കട്ട പ്രശ്നമാണോ? വീട്ടിൽ കയറി കട്ട പ്രശ്ന. കട്ടവന് മുതലും ഇവിടെ തന്നെ ഉണ്ട്. സാറിന്റെ മുന്നിൽ കിടന്ന് വെറുതെ അഭ്യാസം കാണിക്കണ്ട. ഓ, കൊച്ചമ്മയാണോ ഈ പരിപാടി ലീഡ് ചെയ്യുന്നത്? അല്ല, ഞാനാ. സാറേ, വേണമെങ്കിൽ കുറച്ച് നിരപരാധികളെ പിടിച്ചിടിച്ച് ചോദ്യം ചെയ്യാം. ഇടിക്ക് ശക്തി കൂടിയാൽ പലരും കുറ്റം സമ്മതിക്കും. പക്ഷെ അവരൊന്നും യഥാർത്ഥ കള്ളന്മാരായിരിക്കില്ല. കൂലിപ്പണിക്ക് ഇപ്പൊ ആളെ കിട്ടില്ല. ഉള്ളവർക്ക് തന്നെ നല്ല മാർക്കറ്റാ, നല്ല കാശും കിട്ടും. പണിയില്ലാത്ത ഒരുത്തനും ഇവിടെ ഇല്ല സാർ. കക്കാനും പിടിച്ചു കുറിക്കാനും ആർക്കും നേരമില്ല. അവരോട് സെർച്ച് മതിയാക്കാൻ പറയണോ? ഓഹോ, ഇയാളുടെ വലിയ 2 വർത്താനം കേട്ടപ്പോ സാറ് കള്ളനെ പിടിക്കാതെ പോവാണോ? ഇവരാരുമല്ല കട്ടതെന്ന് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാ പോകുന്നത്. അതോ ചേരിക്കാര് മൊത്തം ഇളകിയപ്പോ പോലീസുകാർ പേടിച്ചോ? കൂടുതൽ ഷൈൻ ചെയ്യണ്ട. കൂലിപ്പണിക്കാർ മാത്രം താമസിക്കുന്ന ഒരു കോളനിയായത്. ഒരു കൂലി തൊഴിലാളിയുടെ മനസ്സ് മെട്രോപൊളിറ്റൻ സിറ്റിയിലെ ബ്യൂട്ടി പാർലറിലും ഐസ്ക്രീം പാർലറിലും ചെലവഴിച്ച് ശീലിച്ച നിങ്ങൾക്കത് മനസ്സിലാവില്ല. പക്ഷെ എനിക്കത് മനസ്സിലാവും. കാരണം ഉദ്യോഗം കിട്ടുന്നതിന് മുമ്പ് ഞാൻ അന്തസ്സോടെ ചെയ്തിരുന്ന ജോലി അതൊക്കെ. സോറി. പോലീസിന്റെ കള്ളന്മാരെ പിടിക്കലൊക്കെ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ മുതൽ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ മുതൽ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ കള്ളന്മാരുണ്ടോ മിസ്റ്റർ മേനോൻ? ഒരു ഗൂർഖ കോളനിയിൽ നിയമിച്ചാലോ? അത് വേണോ? വേണം. കോളനിയിലെ കള്ളനെ പിടിച്ചേ പറ്റൂ. അത്ര നിർബന്ധമാണ്. ഞാൻ ഒരാളെ വരുത്താം. എന്റെ പരിചയത്തിലൊരു ഗൂർഖ ലക്നോയിൽ എവിടെ? ഹിമാലയത്തിനപ്പുറത്ത് ഉണ്ട്. ഒത്ത തടിയും അതിനു വേണ്ട ആരോഗ്യം. വിക്രം ബോൾറാം സിംഗ്. ശുക്രിയ. നോർത്ത് ഇന്ത്യനാ വിക്രം ബോൾറാം സിംഗ്. അച്ഛൻ നേപ്പാളിയാ, അമ്മ മലയാളി. ഒരു എരപ്പാളി ലുക്കുണ്ട്. പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷം. മലയാളിയാണോ? പിന്നെ ലോകത്തെ ആദ്യത്തെ മലയാളി ഗൂർഖ മലയാളം മാത്രമേ പറയൂ. കാരണം മറ്റു ഭാഷകൾ അറിയില്ല. നോർത്ത് ഇന്ത്യയിൽ എങ്ങനെയോ പിറന്ന് സൗത്ത് ഇന്ത്യയിൽ എങ്ങനെയോ വളർന്ന് എയർ ഇന്ത്യയിൽ എങ്ങനെയോ വന്ന കൂർക്ക. ഗൂർഖയാവുമ്പോ ഹിന്ദി പറയണ്ടേ? ഹിന്ദി അറിഞ്ഞെങ്കിൽ മാത്രമേ കൂർക്കക്ക് വീര്യമുണ്ടാവുമെന്ന് കരുതരുത്. ഇതുവരെ എന്റെ ജീവിതത്തിൽ കള്ളന്മാരുമായിട്ടേ എനിക്ക് ബന്ധമുണ്ടായിട്ടുള്ളൂ. സത്യമാണാ പറഞ്ഞത്. എനിക്ക് നിങ്ങൾ അധികാരവും അവകാശവും തന്നാൽ മാത്രമേ ഞാൻ ഇവിടെ നിൽക്കൂ. എന്തൊക്കെയാണാവോ വേണ്ടത്? ഏത് വീട്ടിലും ഏത് പാതിരക്കം കയറി ചെന്ന് പിടിക്കാനുള്ള അവകാശം എനിക്ക് തരണം. തരില്ലേ? 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 പിന്നെ ഞാൻ കയറി പിടിച്ചാൽ ചോദ്യം ചെയ്യാനോ തടയാനോ പാടില്ല. അവന്റെ മുന്നിൽ ചെന്ന് നിൽക്കാതെ മാറി നിൽക്ക്. അയാൾ കള്ളനെ പിടിക്കുന്ന കാര്യമോ പറഞ്ഞത്? അല്ലാതെ ഓ, അത് ശരി. എനിക്ക് തനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു. ഈ കോളനിയിൽ ഒരു പേരും കള്ളിയുണ്ട്, അവളെ ഒന്ന് പിടിച്ചെന്നാ മതി. അങ്ങനെ ഈ കോളനിയിൽ ആദ്യമായി ഒരു ഗൂർഖയെ നിയമിച്ചത് എന്റെ പ്രിയപുത്രി ഗാഥയാണ്. നിർത്ത്. ഈ കോളനിയിലെ സെക്രട്ടറി എന്ന നിലയിൽ എന്റെ ഭാര്യ അറിയാതെ ഒരു ഗൂർഖയെ ഇവിടെ നിയമിക്കാൻ പറ്റില്ല.
ഞങ്ങൾ ഭൂരിപക്ഷ അഭിപ്രായത്തെ മാനിച്ചാണ് നിയമിച്ചത്. ഗൂർക്കൊക്കെ ഇപ്പൊ ഔട്ട് ഓഫ് ഫാഷനാ. ആർക്കോട്ട് പേടിയില്ല. ഈ കോളനിയോടുള്ള എന്റെ പ്രത്യേക പരിഗണന വെച്ച് നാളെ ഞാനൊരു സെക്യൂരിറ്റി ഓഫീസറെ വരുത്താൻ പോകുന്നു. തടിമിടുക്കും തന്റെ ഇടവുമുള്ള ഒരു ചുണക്കുട്ടൻ. അയ്യേ, ഇതാ ചെങ്കൽച്ചേരിയിലെ ചന്ദ്രപ്പനല്ലേ? അതെ, ചെങ്കൽച്ചേരി ചന്ദ്രപ്പൻ തന്നെ. ലയൺ സെക്യൂരിറ്റി സർവീസിലെ സ്റ്റാഫ്. എന്റെ പാർട്ട് ടൈം ജോബ്. കള്ളനെ തന്നെ കോളനിയുടെ താക്കോൽ ഏൽപ്പിക്കണോ? ഞാൻ പറയുന്നു ഈ ഗൂർക്കയേക്കാൾ ശക്തി ഈ സെക്യൂരിറ്റിക്കാണെന്ന്. അത് ഇടിച്ച് തെറിപ്പിച്ചപ്പോഴേ മനസ്സിലായി. ഞാൻ പറയുന്നു ഈ സെക്യൂരിറ്റിയേക്കാൾ എന്റെ ഗൂർക്കയ്ക്കാണ് ശക്തി കൂടുതൽ. വേണമെങ്കിൽ പരീക്ഷിക്കാം. ഞാൻ തയ്യാർ. ഒരു പരീക്ഷണത്തിന് ഗൂർക്കകൾ തയ്യാറല്ല. ഞാൻ വെല്ലുവിളിക്കുന്നു. എന്റെ മാനം കളയാതെ നീ വെല്ലുവിളി നേരിട്ട്. ഞാൻ ഇതൊക്കെ വലിച്ചു പറിച്ച് കളയും. ഒന്നും വലിച്ചു പറിക്കണ്ട. ശരീരത്തിൽ തൊട്ടുള്ള കളി ഞാൻ ഒഴിവാക്കി തരാം. ഒരു നമ്പർ ഞാൻ ഇറക്കാം. നീ വാ. ഫ്രണ്ട്സ്, തൽക്കാലം ഒരു തുറന്ന യുദ്ധം വേണ്ട. അഭ്യാസ പ്രകടനങ്ങൾ മാത്രം മതി. ഒരു കള്ളം വന്നാൽ അവൻ എങ്ങനെ നേരിടും എന്ന് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഞാൻ നേരിടും. ഇനി താൻ കാണിക്ക്. 12 കള്ളന്മാർ ഒന്നിച്ചു വന്നു കഴിഞ്ഞാൽ അവരെ എങ്ങനെ നേരിടുമെന്ന് ഞാൻ കാണിച്ചുതരാം. 4 12 പകട 12 എന്ന് പറയുന്നതിന് 12 പേരും താഴെ വീണു. അയ്യടാ, എന്തൊരു ഈസി. ഇങ്ങനെ കാണിച്ചാൽ ഞങ്ങൾ എങ്ങനെ മനസ്സിലാക്കും കള്ളന്മാർ വീണൂന്ന്? എന്നാ പിന്നെ ഒരു പ്രതിയോഗി തരൂ, ഞാൻ കാണിച്ചുതരാം. മിസ്റ്റർ മേനോൻ, ഒരു പ്രതിയോഗിയാകൂ. ഇങ്ങനെയാണോ കള്ളന്മാര് വരുന്നത്? പതുങ്ങി പതുങ്ങി വരണ്ടേ? ഞാൻ കാണിച്ചു തരാം. പിടിക്ക്. ഞാനാണ് പ്രതിയോഗി. ഇനി പഴയ പോലെ ഒന്നുകൂടി വാ, ഞാൻ കാണിച്ചു തരാം. രണ്ടുപേരും തുല്യ ശക്തിയുള്ളവർ തന്നെ. ഓ സ്വീറ്റി, അവൻ കേറ്റി. കാണാം. കാണേണ്ടി വരും.